നമസ്കാരം. കേരള കോൺഗ്രസ് ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്ത മാണി പുതിയിടമച്ചൻ സത്യത്തിൽ ജോസ് കെ മാണി UDF-ൽ ചേരണമെന്ന മോഹമാണ് വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഏത് മാണി പറഞ്ഞാലും പടിയടച്ച് പിണ്ടം വച്ചിടത്തേക്ക് ഉടുപ്പില്ലാതെ തിരിച്ചു പോകുവാൻ ജോസ് കെ മാണി തയ്യാറാകുമോ എന്നാണ് കാതലായ ചോദ്യം. സത്യത്തിൽ UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനുള്ള വിദൂര സാധ്യത പോലും ഇല്ലാതിരിക്കെ എന്തിനാണ് മറുകണ്ഠം ചാടുന്നതെന്ന് ജോസ് കെ മാണി ചിന്തിക്കണം. സഭയിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറവും സമ്മർദ്ദം വന്ന സമയത്തും ജോസ് ചാഞ്ചാടിയിട്ടില്ല. ഇനി UDF-ലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന എത്ര MLA-മാർ ഈ അഭിപ്രായത്തോട് യോജിക്കുമെന്ന് പോലും നിശ്ചയമില്ല. അണികളല്ല പ്രശ്നം, നേതാക്കളാണ്. ഇന്ന് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ അവിടെ പോയി എന്തിന് കളഞ്ഞു കുളിക്കണമെന്നാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ചിന്തിക്കുന്നത്. അതേസമയം അണികളിപ്പോഴും UDF ഹാങ് ഓവറിൽ നിന്നും മുക്തരായിട്ടില്ല. പരസ്യമായും രഹസ്യമായും സാധാ അണികൾ UDF മുന്നണിയാണ് ഇഷ്ടപ്പെടുന്നത്. അതാവുമ്പോൾ എന്തും പറയാം. ഇടതുമുന്നണിയിൽ അത് പറ്റില്ല. അടുത്ത കാലത്തായി വന്യജീവി പ്രശ്നം ഉന്നയിക്കാൻ മാത്രമാണ് ജോസ് വാ തുറന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് സഭയുടെ സമ്മർദ്ദം. സഭയുടെ ഹിതത്തിനനുസരിച്ച് എതിർഭാഗത്തുള്ള PJ ജോസഫും മോൻസ് ജോസഫും വിനീതവിധേയരായി രാഷ്ട്രീയം കളിക്കുമ്പോൾ ഇടതുമുന്നണിയുടെ കണ്ണുരുട്ടൽ കൊണ്ട് ജോസിനും കൂട്ടർക്കും അത് സാധിക്കുന്നില്ല എന്നാണ് വാസ്തവം. ഇനിയൊരു തോൽവി കൂടി ഉണ്ടായാൽ തൻ്റെ അവസ്ഥ എന്താവുമെന്ന് ജോസ് കെ മാണി ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ മറ്റുള്ളവർക്ക് ആ പേടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി ബാന്ധവം തുടരാൻ അവർ നീക്കം നടത്തുന്നത്. ഇപ്പോൾ ധൃതി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ജോസ് കെ മാണി ചെയ്യേണ്ടത്. കാര്യങ്ങൾ കുറെ കൂടി മുന്നോട്ട് പോകട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കൂടുതൽ സീറ്റ് വാങ്ങി സമ്മർദ്ദ ശക്തിയായാൽ കളി മാറും. അതേസമയം അതിനു മുമ്പ് LDF വിട്ടാൽ എന്താവും അവസ്ഥയെന്ന് ഇപ്പോൾ മുൻകൂട്ടി പറയാൻ ആവില്ല. മാണി ബുദ്ധിയിടമല്ല, ആര് പറഞ്ഞാലും കേൾക്കാതിരിക്കുക എന്ന ബുദ്ധിയാണ് ജോസ് കെ മാണി പ്രയോഗിക്കേണ്ടത്. അച്ഛ ഊരിയ വാൾ ഉറയിലിടാനാണ് ജോസ് മോൻ പറയേണ്ടത്.